ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ 6mm വരുന്ന മൾട്ടി മാറ്റിൻ്റെ ബീഡ് ഒരു 32 പീസാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതേപോലെയുള്ള സ്റ്റാർ ബീഡ് ഒരു 15 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വൈറ്റ് ബീഡ്സ് ഒരു 16 പീസ് തന്നെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ 2 എൻഡ് ബീഡ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് വയർ ഹെയർ ബോ. അതിന് ശേഷം വരുന്നതാണ് ഒരു ഗം. B6000 7000 ഏതാണ് അവൈലബിൾ എങ്കിൽ അതെടുക്കാം. അതിനുശേഷം ആ ഒരു ഹെയർ ബോയുടെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗം അപ്ലൈ ചെയ്യുക. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം എൻഡ് ബീഡ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻഡ് ബീഡ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഗം അതിൻ്റെ അകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. അതിനുശേഷം നമ്മൾ 6mm വരുന്ന മൾട്ടി മാറ്റിൻ്റെ ബീഡാണ്. ഇനിയിപ്പോൾ ഈ ബീഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 6mm വരുന്ന ഏത് ബീഡ് വേണമെങ്കിലും ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒരു 16 പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ മൾട്ടി മാറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതല്ല വേറെ ഏതെങ്കിലും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഹെയർ ആക്സസറി മേക്കിങ്ങിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മുടെ അടുത്ത് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. കോൾ ചെയ്യരുത്, നോർമൽ കോളും വാട്സപ്പ് കോളും ചെയ്യരുത്, നമ്മൾ അറ്റൻഡ് ചെയ്യില്ല. എന്താ പറയുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ കാറ്റലോഗ് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് സെലക്ട് ചെയ്തിട്ട് അയച്ചു തരാം. ഇനിയിപ്പോൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം. ഈ ബീഡ്സ് ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം. മാക്സിമം എല്ലാ ബീഡ്സും 10 ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിലും കിട്ടും കേട്ടോ. കാരണം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 10 ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി എല്ലാ ബീഡ്സ് ഹെയർ ബാൻഡിലും ചെയ്യുന്നത് പോലെ തന്നെ ഗമ്മ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ബീഡ്സ് എല്ലാം കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഒരു ഹെയർ ബാൻഡ് ഇപ്പോൾ ഒരു 10 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിയ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ ബീഡിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 3mm വരുന്ന ചെറിയ ബീഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു വയർ ഹെയർ ബോയിൽ ചെറിയ ബീഡ്സ് ഇൻസേർട്ട് ആവും. ഓക്കെ, അതിനുശേഷം നമ്മളൊരു സ്റ്റാർ ബീഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു 3mm വരുന്ന കുഞ്ഞു ബീഡ്, 3 അല്ലെങ്കിൽ 2, എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള 2mm ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, കറക്റ്റ് ഓർമ്മയില്ല, അതാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, ഗം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു 15 സ്റ്റാർ ബീഡും ഒരു 16 ആ ഒരു കുഞ്ഞ് വൈറ്റ് ബീഡുമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഹെയർ ബാൻഡ് ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നാമത് ബീഡ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് ആടി കളിക്കും, അതൊരു കാര്യം. അതല്ലാതെ ഉള്ളത് ആ എൻഡ് ബീഡ് എന്തെങ്കിലും കാരണം കൊണ്ട് എൻഡ് ബീഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ബീഡ്സ് മൊത്തം പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും ഏത് ബീഡ്സും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഗം ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു 6mm വരുന്ന മൾട്ടി മാറ്റിൻ്റെ ബീഡ്. ഓക്കെ, ഇതേപോലെ 16 പീസ് തന്നെയാണ് 2 സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഗം ഉപയോഗിച്ചിട്ട് എൻഡ് ബീഡ് എന്ത് ചെയ്യുക, അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടലി ഇപ്പോൾ ഒരു 4 കളറിലാണ് എൻഡ് ബീഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഓഫ് വൈറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിങ്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും 4 കളേഴ്സിലാണ് ഇപ്പോൾ കറൻ്റ്ലി എൻഡ് ബീഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹോള് കുറച്ച് ചെറുതാണ്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും നിങ്ങൾ ഉപയോഗിച്ച്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള വീഡിയോസ്, മേക്കിംഗ് വീഡിയോസ്, മെറ്റീരിയലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്